guest here today. Special because നമ്മുടെ വെരി ഫസ്റ്റ് WMF പൊന്നോണം ഇവൻറ്റ് ഇനോഗ്രേറ്റ് ചെയ്ത ആളാണ് ഇന്ന് ഇവിടെ നമ്മളോട് വീണ്ടും ചേർന്നിരിക്കുന്നത്. ഐ തിങ്ക് ഷീ വുഡ് റിയലൈസ് ഹൗ മച്ച് ആസ് a community, as a team, we've grown, and I hope she feels that. So indeed, a heartfelt moment for us to have today with us the lovely Vinduja Menon, a dancer par excellence, an actress with the Indian film industry, and someone who has done very, very, very memorable roles. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു മാം വന്നിരുന്നേ പിന്നെ ചേട്ടച്ചൻ്റെ മീനാക്ഷി എന്ന് പറയാത്ത നമ്മുടെ ചാക്യാർ പോലും ഇല്ല. Inviting Vinduja ma'am to the stage. And I invite Babin Babu, President WMF Malaysia, to present a token of our appreciation. Thank you, ma'am. Thank you for being here with us today. Thank you for all your contributions. എല്ലാവരും ഒരു വലിയ കയ്യടി. മാം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഐ വിൽ ടേക്ക് 10 seconds. മാം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. യു ഹാവ് ഇൻറ്ററാക്റ്റഡ് വിത്ത് അസ്. ഐ തിങ്ക് എക്സൈറ്റഡ് ടു ബി ഹിയർ ഓൺ സ്റ്റേജ് അഗൈൻ ടു വെൽക്കം യു. താങ്ക് യു സോ മച്ച് മാം. ഒരു മാറ്റവും ഇല്ല കേട്ടോ ആൾക്ക്. താങ്ക് യു സോ മച്ച് മാം. പ്ലീസ് എ ഫ്യൂ വേർഡ്സ് ഫോർ ഓൾ ഓഫ് അസ്. പറ്റുന്നൊരു സന്തോഷമുണ്ട്. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷവും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. 7 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ ICCRൻ്റെ മനോഹരമായിട്ടുള്ള ആ ചെറിയ ഓഡിറ്റോറിയത്തിൽ ഒരു ഭദ്രദീപം കൊളുത്താനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ച ഒരു എളിയ കലാകാരിയാണ് ഞാൻ. 7 കൊല്ലങ്ങൾക്കിപ്പുറം വേൾഡ് മലയാളി ഫെഡറേഷൻ എന്നുള്ളത് വേൾഡ് മലയാളി ഫോറം ഓഫ് അസോസിയേഷൻ എന്ന് മാറുമ്പോൾ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ പങ്കാളിത്തം എത്രത്തോളം വലുതാവുന്നു. അത് ഗ്രാജുവലി മലേഷ്യയിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ചെറിയ തോതിലെങ്കിലും നമ്മുടെ പങ്ക് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് മലേഷ്യയിലോട്ടുള്ള ആ ഒരു കണക്ഷൻ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് 2-3 കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. ഈ ഓഡിറ്റോറിയത്തിലോട്ട് കയറിയപ്പോൾ തൊട്ടുള്ള ചെണ്ടമേളം, ഓക്കെ. രണ്ടാമത് നമ്മുടെ ചാക്യാർ. ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ കലാതിലകമാവുന്ന സമയത്ത് ചാക്യാർകൂത്ത് ചെയ്തിരുന്നു. അതിൽ നിന്ന് വിഭിന്നമാണ് അങ്ങ് ചെയ്യുന്നത് എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ജഗതി ശ്രീകുമാറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു ചാക്യാരാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതൊരു വലിയ ക്രെഡിറ്റാണ്, ഒരു കോംപ്ലിമെൻ്റാണ് അങ്ങേക്ക്. കാരണം ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി. നമുക്ക് കാണുന്ന മാതിരി ഒരു ആ ഭാഷയുടെ പ്രയോഗം കൊണ്ട് ഭംഗിയാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു കലാരൂപമാണ് ചാക്യാർകൂത്ത്. അത് എനിക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് അങ്ങയുടെ എഫേർട്ട് എത്രയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പറയേണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളുടെ തിരുവാതിരയായിരുന്നു. അതിഗംഭീരമായിരുന്നു കേട്ടോ. അത് ആ കുട്ടികൾ അതിൻ്റെ പ്രാക്ടീസ് സെഷൻ ഞാൻ തൻശ്രീയോട് പറയായിരുന്നു. ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് വരുമ്പം അതിൻ്റെ പുറകിൽ അത് നമുക്കൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അതിൻ്റെ പുറകിലുള്ള എഫേർട്സ് അത് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം അതിൻ്റെ എഫേർട്സ് എത്രയാണ്. അതുകൊണ്ട് ഐ റിയലി വോണ്ട് ടു താങ്ക്. 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, പല രൂപങ്ങളും ഇന്ന് നിലനിന്ന് പോകുന്ന ഇങ്ങനത്തെ പല കമ്മ്യൂണിറ്റീസ് അവരുടെ ഇങ്ങനത്തെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് പല കലകളും മുന്നോട്ട് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ചാക്യാർ ആരാന്ന് പോലും അറിയില്ല, മഹാബലി ആരാന്ന് പോലും അറിയില്ല. അപ്പോൾ ആ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞും അറിയാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദി കൂടെയാണ് ഇത്. അതൊരുപാട് സന്തോഷം. രണ്ടാമത്, ഞാൻ എന്നും ഫസ്റ്റ് സെക്രട്ടറി രാജേഷ് ജിയെ പരിചയപ്പെട്ട നാൾ മുതൽ, ഡോക്ടർ പ്രിയയെ പരിചയപ്പെട്ട നാൾ മുതൽ ഇത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള കപ്പിൾസ്, നമ്മൾ എന്ത് കാര്യം, ഞാനെന്നല്ല, ഇവർ പറയാതെ തന്നെ പല കാര്യങ്ങളും പല ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞ് പലരും സംസാരിക്കുമ്പോൾ താങ്ക് യു സർ, യു ആർ സച്ച് എ ഗ്രേറ്റ് ഓണർ ടു നോ യു, അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ പലരും പല പൊസിഷൻസിലിരിക്കുമ്പം പുറകോട്ട് നോക്കാൻ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അങ്ങനെ അല്ല അങ്ങെന്ന് മനസ്സിലാക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മലയാളികളെ ദയവ് ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന സമയത്തോളം നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ താൻശ്രീ,
ഞാൻ വളരെ 2001 ഞാൻ മലേഷ്യയിൽ വന്നത്. എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ഇൻ മലേഷ്യ വാസ് 2002 മോഹിനിയാട്ടമാണ്. ഹുലുലങ്കാത് മലയാളി അസോസിയേഷന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്തത്. അന്നു മുതൽ ഇതാ ഇന്ന് ഇദ്ദേഹത്തിനെ കാണുന്നവരയ്ക്കും എന്നും മായാതെ നിൽക്കുന്ന അങ്ങയുടെ ചിരി ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യത്തിനും വളരെ ലാളിത്യത്തോടെ ഒരു കാംനെസ്സോടു കൂടി നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് എത്ര പേർക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സെല്ലാം മാറ്റി നിർത്തിയാലും മലയാളി എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമുക്ക് മുൻപിൽ നടക്കാൻ വളരെ എത്രയോ പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച് താൻശ്രീ ഫോർ ഓൾ ദ ബിഗർ തിങ്സ് ദാറ്റ് യു ആർ ഡൂയിങ്. എത്ര പറഞ്ഞാലും മതി വരില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് എക്സ്പാട്രിയേറ്റ്സ് ഉണ്ട്. ഏറ്റവും നല്ല ഞാനൊരു 23 ഇയേഴ്സായി മലേഷ്യയിലുണ്ട്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അത് ഭംഗിയായിട്ട് ഇനിയും ഈ ഒരു എന്താ പറയുക ഒരു ഫോറം ഇതിലും വലുതായിട്ട് ഇനി അടുത്തൊരു 7 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അത് കാണാനുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും ഒരു വിളക്കോളത്തി ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാ നന്മകളും മനസ്സിലുണ്ടായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് നിറഞ്ഞു നിൽക്കട്ടെ. നേഹ, യു പെർഫോംഡ് ഹിയർ ഫോർ ദം. WMFൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് മോഹിനിയാട്ടത്തിന് നീയാണ് ആദ്യം ചെയ്തത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ. 2 വാക്കും കൂടി. പാർവതിയും ഏബിൾ, നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല ഡീസൻറ്റ് ജോബാട്ടോ ചെയ്യുന്നത്. എനിക്കറിയാം ഇവിടെ നിന്ന് ഈ ഉണ്ടാക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു ജോലിയാണ്. നിങ്ങൾ നന്നായിട്ടാണ്. ആൻഡ് ഐ വോണ്ട് ഷൗട്ട് ഔട്ട് ഫോർ നമ്മുടെ പ്രൊഫഷണൽ സിംഗേഴ്സ് ഫ്രം കേരള, ഭരത് ആൻഡ് പുണ്യ. ഞാൻ വിചാരിച്ചു ഈ ഇവൻ്റ് എല്ലാം കഴിഞ്ഞു നമുക്ക് തിരിച്ചു പോകാറായിരുന്നു. അത്രയും എനർജറ്റിക് ആയിട്ടാണ് അവരുടെ പെർഫോമൻസ്. ഐ ഫീൽ വെരി ഹാപ്പി. കാരണം കലാകാരന്മാർക്ക് ആകെ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന കയ്യടിയാണ്. ആ കയ്യടിയുടെ വെൽത്തിനത്തോളം വലുത് ഒന്നുമില്ല. അതുകൊണ്ട് നിറഞ്ഞ സദസ്സായിട്ടുള്ള നിങ്ങളെല്ലാവരും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന, പിന്നെ ഒരുപാട് കലാകാരന്മാർ നമുക്ക് സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഭയങ്കര അതെനിക്കൊന്ന് ഇനി കൊറിയോഗ്രാഫേഴ്സായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓണം കഴിഞ്ഞെങ്കിലും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മഹാബലി സുന്ദരനായി നല്ല ഉഗ്രൻ മഹാബലിയായിട്ട്, കൊടവയറ് കുറഞ്ഞ മഹാബലിയായിട്ട് കണ്ടതിലും ഒരുപാട് സന്തോഷം. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിറഞ്ഞ ഓണാശംസകൾ, ദീപാവലി ആശംസകൾ. താങ്ക് യു സോ മച്ച്. Thank you so much, ma'am.